എല്ലാവരും കൂടെ പിറന്നാൾ ആശംസകൾ നേരാൻ പോവായിരിക്കും. ഞങ്ങളില്ല ചെറിയമ്മേ. നിങ്ങളില്ലാന്നോ? ചെറിയമ്മേ, ഞങ്ങൾ പോകുന്നില്ല. പിന്നെ അവരോടൊപ്പം ചെല്ലാന്ന് പറഞ്ഞിട്ട്? അവര് പോയിട്ട് വരട്ടെ മാഡം. ഞങ്ങളിങ്ങനെ അടിക്കടി വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്പേക്കിട്ട് ഒരു പണി കൊടുക്കണ്ടേ? അത് അത്യാവശ്യ. ആ, എന്നാ അതിനു വേണ്ടി ഞങ്ങളൊരു വഴിക്ക് പോവാം. സസ്പെൻസാ, വന്നിട്ട് പറയാം. മക്കളെ, നമുക്കിറങ്ങാം. അച്ഛാ, ഞാനും രാജുവും വരുന്നില്ല. അതെന്താ? നിങ്ങളും കൂടി വരാന്ന് പറഞ്ഞല്ലേ? പറഞ്ഞതാ, പക്ഷേ രാജുവിനെന്തോ അത്യാവശ്യം വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാ പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് വാ. ഞങ്ങൾ എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഇവക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. വായിച്ചി. ചെറിയമേ, ഞങ്ങൾ പോയിട്ട് വരാം. രാജു, ഇത് തന്നെയാണോ? ആ അതെ, ഇത് തന്നെയാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞ, ഒരു ഫെബിൻ. ഞാനേ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ, ഒന്ന് ഉറപ്പ് വരുത്തട്ടെ. ഹലോ രാജു. ആ, ഞങ്ങള് നീ പറഞ്ഞ ഫ്ലാറ്റിന് മുമ്പിലെത്തി. അവനിവിടെ ഉണ്ടോ? അതെ, റൂം നമ്പർ 12-ലുണ്ട്. ആ ഓക്കെ, താങ്ക് യു. ആ വാ. അതെ, സെക്യൂരിറ്റി. എന്താ? അല്ല, മുൻ MLA മേനോൻ സാറിനെ ഒന്ന് കാണാൻ വന്ന. അപ്പൂപ്പ, അപ്പൂപ്പന്റെ പുരാണ കഥകളുടെ സ്റ്റോക്ക് തീർന്നോ? പുരാണ കഥകളുടെ സ്റ്റോക്ക് തീരെ? എന്താ ഈ കുട്ടി പറയണേ? അതിങ്ങനെ കിടക്കുകയല്ലേ ഭഗവാന്റെ കഥകൾ വാരാവാരം പോലെ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? ജ്യോതിയെ കൊണ്ട് തേജി ചോദിപ്പിച്ചതാണോ? അതെ, ഇവൻ പറയുവാ അപ്പൂപ്പന്റെ പുരാണ കഥകളുടെ സ്റ്റോക്ക് ഒക്കെ തീർന്നു എന്നും പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും പറയുവാ അവന് ബോറടിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ചേച്ചി അത് അപ്പൂപ്പനോട് ചോദിക്കുന്നത് ശരിയാണോ? അതെ, ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ 4 അക്ഷരം പഠിക്കാൻ നോക്ക്. പ്രതാപവർമ്മ സാറല്ലേ അത്? ശിവ ശിവ. മോളെ, ദേ പ്രതാപവർമ്മ സാറും അംബിക മാഡവും വന്നിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. പ്രതാപവർമ്മ സാറൊക്കെ ഈ മനക്കിലേക്ക് വരികയെ. എന്താ കഥ? ഇങ്ങോട്ടിരിക്കാം. എന്തൊക്കെയാണ് തിരുവന വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങളാ സാറേ? അങ്ങനെ പോകുന്നു.